ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി പിക്കിളാണ്. കുക്കുംബർ പിക്കിൾ. നമുക്ക് അച്ചാറില്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല അല്ലേ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് ഹെൽത്തിയും കൂടെ ആണെങ്കിലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: കുക്കുംബർ, നമ്മുടെ സലാഡിന് എടുക്കുന്ന കുക്കുംബർ ഇല്ലേ, അതാണിത്. ഇത് അതുപോലത്തെ ഒരെണ്ണം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു ബൗളുണ്ട്, ഒരെണ്ണം അരിയുക, അത്രയും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായംപൊടി, 1/4 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. പിന്നെ ഉലുവാപ്പൊടി, അത് 1/4 തികച്ച് വേണ്ട, അതിൻ്റെ പകുതി, കുറച്ച് മതി. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നാരങ്ങ നീര്, പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കുറച്ച് മതി, ഒരു പകുതി നാരങ്ങയുടെ നാരങ്ങ നീര് മതി. ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ഓപ്ഷണലാണ്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ടൊന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വലിയൊരു ബൗളിലേക്ക് കുക്കുംബർ അരിഞ്ഞതിടാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ പൊടിച്ചത്. ഇതൊക്കെ ഒരുപാടാണെങ്കിൽ കയ്പ്പ് ഉണ്ടാവും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ പഞ്ചസാര പൊടിച്ചത്, അതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ശേഷം അവസാനം നാരങ്ങ നീര്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കുക്കുംബർ പിക്കിൾ റെഡിയാണ്. കണ്ടില്ലേ? ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 ദിവസം ഇരിക്കും കേട്ടോ. കാരണം നമ്മൾ നാരങ്ങ നീരല്ല ഒഴിച്ചേക്കുന്നത്. ചിലർ വിനാഗിരി ഒഴിക്കും, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ഈ നാരങ്ങ നീര് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലൊരു കുപ്പിയിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കുക്കുംബർ പിക്കിൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.